മന്ത്രിമാരുടെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം സമയബന്ധിതമായിട്ട് കൈക്കൊള്ളാൻ കഴിയുന്ന പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ ഇപ്പോൾ കോൺഗ്രസിന് ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അതിലെ ഓരോ മന്ത്രിമാരെയും നിശ്ചയിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും. അതായത് മുസ്ലിം ലീഗിന് എന്തായാലും 5 6 മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ 6 1 7 പിന്നെ CMPക്ക് കൊടുക്കണം 7 1 8 അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തു വരുമ്പോ കോൺഗ്രസിന്റെ കയ്യിൽ അവശേഷിക്കാൻ പോകുന്നത് 10 അല്ലെങ്കിൽ 11 മന്ത്രിസ്ഥാനമായിരിക്കും. ഈ 10 11 മന്ത്രിസ്ഥാനങ്ങളിൽ ഓരോ വിഭാഗത്തിനും വീതം വെക്കുമ്പോൾ വനിതകൾക്ക് കൊടുക്കണം, യുവാക്കൾക്ക് കൊടുക്കണം, മതം കൊടുക്കണം, ജാതി നോക്കി കൊടുക്കണം, പ്രദേശം നോക്കി കൊടുക്കണം, ജില്ല നോക്കി കൊടുക്കണം, സീനിയോറിറ്റി നോക്കി കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ജഗപുകയായിരിക്കും ഇനിയുള്ള ദിവസം. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിഗംഭീരമായ കൂട്ടയടിയായിരിക്കും ഇനി കോൺഗ്രസിൽ കാണാൻ പോകുന്നത്.